നമസ്കാരം, ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉപ്പുതറ PHCയുടെ മുമ്പിലാണ്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഉപ്പുതറ ഗവൺമെൻറ് ആശുപത്രിയിലെ രാത്രികാല ചികിത്സ നിലച്ചതും മരുന്നിൻ്റെ ലഭ്യതക്കുറവും നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മരുന്നിൻ്റെ ലഭ്യതക്കുറവ് സംബന്ധിച്ച് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് നിന്നും ഫണ്ട് അനുവദിച്ചതായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന സോദരൻ നമ്മളെ അറിയിച്ചത് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോഴും രാത്രികാല ചികിത്സ തുടരാനാകാത്ത സ്ഥിതിയിലായിരുന്നു ആശുപത്രിയുടെ അവസ്ഥ. 7 ഡോക്ടർമാരാണ് ആശുപത്രിയിൽ നിലവിൽ ആവശ്യമുള്ളത്. 4 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതുകൊണ്ടാണ് രാത്രികാല ചികിത്സ തുടരാനാകാത്ത അവസ്ഥ നിലനിന്നത്. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസിൻ്റെ നേതൃത്വത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ജോസഫ് കുറുമ്പുറത്തിൻ്റെയും നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരന് നേരിട്ട് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും 2 ഡോക്ടർമാരെ നിയമിച്ചതായുള്ള സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതിയോടുകൂടി ഇവർ 2 പേരും ചാർജ് എടുത്ത് 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15-ാം തീയതിയോടുകൂടി രാത്രികാല ചികിത്സ പുനരാരംഭിക്കാൻ ആകുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഉപ്പുതറ ഗവൺമെൻറ് ആശുപത്രിയിൽ നിലവിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം IP ചികിത്സ നിലച്ചിരുന്നു. ഈ IP ചികിത്സ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്ന് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യവും അതുപോലെ ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും ഒരു ആവശ്യമായി മാറിയിരുന്നു. അതോടൊപ്പം പീരുമേട് MLA സിറിയക് തോമസും ഡിവിഷൻ മെമ്പറായ ഞാനും ബഹുമാനപ്പെട്ട കേരള ആരോഗ്യമന്ത്രി K മുരളീധരൻ സാറിനെ കഴിഞ്ഞ മാസം ജൂലൈ 15-ാം തീയതി ബുധനാഴ്ച തിരുവനന്തപുരത്ത് നേരിൽ കണ്ട് നിവേദനം കൊടുക്കുകയും ഉപ്പുതറ ഗവൺമെൻറ് ആശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയും അപ്പോൾ അദ്ദേഹം ഞങ്ങളൊരു കാര്യം ആവശ്യപ്പെട്ടത് ഉപ്പുതറ പഞ്ചായത്തിലോ സമീപ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലോ ഡോക്ടറേറ്റ് നേടി PSC ലിസ്റ്റിലുള്ള ആരെങ്കിലും ഉപ്പുതറയ്ക്ക് വരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ലിസ്റ്റ് തരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിയമിക്കാനുള്ള അവസരം ഒരുക്കാമെന്നത് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞങ്ങൾ ഉപ്പുതറയിൽ തന്നെ ഡോക്ടറേറ്റ് നേടിയൊരു കുട്ടി PSC ലിസ്റ്റിലുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. നമ്മുടെ ഉപ്പുതറ പഞ്ചായത്തിൽ കണ്ണമ്പടി കണ്ണത്തേങ്കര മോഹൻ്റെ മകൾ ശരണ്യ മോഹൻ എന്ന കുട്ടി ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ ആ ലിസ്റ്റ് കൊടുത്തു. ആ കുട്ടിയെ ഇന്നലെ അപ്പോയിൻമെൻ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതോടുകൂടി തന്നെ എറണാകുളത്തുള്ള വിവിധ S എന്നുള്ള ഒരു ഡോക്ടറെ കൂടെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. 2 ഡോക്ടർമാർ നമുക്ക് ഇവിടെ അപ്പോയിൻമെൻ്റ് ആക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികളും ഡോക്ടർ മിനി മോഹൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡും നമ്മളും ഒന്നിച്ചു നിന്നതിൻ്റെ ഒരു വിജയമാണ് ഈ ആശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടർമാരെ നിയമിച്ചത്. ഇനിയും നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെയും ഫാർമസിസ്റ്റിൻ്റെയും ഒരു ഡോക്ടറുടെയും തസ്തികയാണ് ആവശ്യമുള്ളത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് അതും കൂടി നൽകി തരുമെന്നാണ് നമ്മുടെയും വിശ്വാസം. ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം എന്നും ന്യൂസ് എക്സ്പ്രസ്സും ഉണ്ടാകും. ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.